ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്കോപ്പ് ഓഫ് സോഷ്യോളജി എന്ന ടോപ്പിക്ക് എടുക്കാം കേട്ടോ. സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ദർ ആർ ടു മെയിൻ സ്കൂൾസ് ഓഫ് തോട്ട് എമംഗ് സോഷ്യോളജിസ്റ്റ് അബൌട്ട് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി. രണ്ട് സ്കൂളുകളെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്കോപ്പ് ഓഫ് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ഈ സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്ന? ഒരേ രീതിയിലുള്ള ചിന്താഗതിയുള്ളവരായിരിക്കും ഒരു സ്കൂളിൽ ഉൾപ്പെടുക. ഓക്കെ, അതിന് ഓപ്പോസിറ്റായിട്ട് മറ്റൊരു സ്കൂളും ഉണ്ടായിരിക്കും. അവരായിരിക്കാം ഈ സ്കൂളിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്തുകൊണ്ട് മറ്റൊരാശയം പറഞ്ഞിട്ടുണ്ടാവുക. ഇവിടെ പറയുന്ന രണ്ട് സ്കൂളെന്ന് പറയുന്നത്, ഒന്ന് ഫോർമലിസ്റ്റിക് അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റിക് സ്കൂൾ. എന്താണ് ഫോർമലിസ്റ്റിക് ഓർ സ്പെഷ്യലിസ്റ്റിക് സ്കൂൾ? ഇതൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കുക, മറന്നു പോകാതെ പഠിക്കുക. ഫോർമലിസ്റ്റിക് അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റിക് സ്കൂൾ, രണ്ട് പേരും പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ ഓപ്ഷൻസിൽ നമുക്ക് ഫോർമലിസ്റ്റിക് സ്കൂൾ എന്നുണ്ടാവില്ലായിരിക്കാം, സ്പെഷ്യലിസ്റ്റിക് എന്നായിരിക്കാം കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. രണ്ടാമത്തെ സ്കൂൾ എന്ന് പറയുന്നത് സിന്തറ്റിക് സ്കൂൾ. എന്താണ് സിന്തറ്റിക് സ്കൂൾ? അപ്പോൾ ഫസ്റ്റ് സ്കൂൾ ഏതാണ്? ഫോർമലിസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റിക് സ്കൂൾ. രണ്ടാമത്തെ സ്കൂള് സിന്തറ്റിക് സ്കൂൾ. ഓക്കെ, നമുക്ക് ആദ്യം ഫോർമലിസ്റ്റിക് സ്കൂൾ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിക് സ്കൂളിനെ കുറിച്ച് പഠിക്കാം. ആ ഒരു വാക്കിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്തോ ഒരു സ്പെഷ്യൽ ആണല്ലേ. ദ നെയിം ഈസ് സോ ബിക്കോസ് സോഷ്യോളജി ഈസ് എ സ്പെഷ്യൽ സയൻസ് ടു സ്റ്റഡി ദ സൊസൈറ്റി. അത്തരത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റിക് എന്നൊരു പേര് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ പറയുന്നത് എന്താണ്? സോഷ്യോളജി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സയൻസ് ആണ്. സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സോഷ്യൽ സയൻസ് ആണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോളജി എന്ന് പറയുന്നത്. ഈ ഒരു സ്കൂളിനെ ഹെഡ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഒരു ഹെഡായിട്ട് അല്ലെ ഒരു ലീഡർ പോലെയൊക്കെ ഇതിനെ ഹെഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സിമൽ, ജോർജ് സിമൽ. ആരാണ്? ജോർജ് സിമൽ. ഇദ്ദേഹം ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഇയാളെ കൂടാതെ ഇതേ വ്യൂവിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള മറ്റ് കുറേയധികം വ്യക്തികളും ഉണ്ട്. അപ്പം ആ ഫിഗേഴ്സ് ആരൊക്കെയാണെന്നാണ് താഴെ കൊടുത്തിരിക്കുന്നത്. മാക്സ് വെബർ. മാക്സ് വെബർ നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോഴത്തേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു പേര് നമുക്ക് ഫെമിലിയറും ആയിരിക്കും, ഒട്ടുമിക്ക പേർക്കും ഫെമിലിയർ ആയിരിക്കും. ആൽഫ്രഡ് വേർക്കാൻ, ലിയോപോൾഡ് വോൺവെയ്സ്, ഫെർഡിനാൻഡ് തോണസ്, എ റോസ്, ആൽബിയോൺ സ്മോൾ, പാർക്ക് ബർഗീസ്. ഇത്രയും പേരാണ് ഫോർമലിസ്റ്റിക് അല്ലെന്നുണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റിക് സ്കൂളിലുള്ള മെയിനായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇവരുടെ നെയിംസ് തന്നേക്കും, എന്നിട്ട് ഇതിൽ ആരൊക്കെയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണ് അല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ നെയിംസ് കൂട്ടി തന്നിട്ടും ചോദിക്കാം. ഇതിൽ ആരൊക്കെയാണ് സ്പെഷ്യലിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്നത് അല്ലെങ്കിൽ സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ടിൽ വരുന്നത് ആരാണ്, അല്ലെങ്കിൽ വരാത്തത് ആരാണ് എന്നൊക്കെ നമുക്ക് MCQ ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ ഏരിയ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിക്കണം. ആരൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളതും പഠിക്കണം. സിമലിനെ നമ്മൾ ഓർക്കും, ബിക്കോസ് അയാളാണ് ഹെഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് സിമലിനെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. എന്നാൽ ഇത്രയും പേരെ, മാക്സ് വെബർ അല്ലെങ്കിൽ വേർക്കന്നിനെയും അല്ലെങ്കിൽ ടോണിസിനെയൊക്കെ നമുക്ക് നല്ലതുപോലെ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ എക്സാം ടൈമിൽ. അതുകൊണ്ട് ഈ നെയിംസ് നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക, എഴുതി പഠിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ ഉപയോഗിച്ച് ഇത് വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചു വയ്ക്കാം. ഓരോരുത്തർക്കും ഓരോ എബിലിറ്റിയാണ്. ചിലർക്കിത് വായിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർ അങ്ങനെ പഠിക്കുക. അല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഉപയോഗിച്ച്, ഇപ്പോൾ പാർക്കിൽ പോയി, അപ്പോൾ പാർക്കിൽ പോകുന്ന കൊച്ചുകുട്ടികളാണ്, ആൽബിയോൺ സ്മാളിനെ അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തൊക്കെ പഠിക്കാം. പാർക്കിൽ പോകുന്ന കുട്ടികളാണ്, അതുകൊണ്ട് സ്മോൾ ആയിട്ടുള്ളവർ പോയി, അപ്പോൾ അവിടെ റോസിനെ കണ്ടു, റോസാപ്പൂക്കളൊക്കെ കണ്ടു, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ റോസിനെ കണക്ട് ചെയ്യാം. ലപ്പോർഡിനെ കണ്ടു എന്നൊക്കെ ഓർത്ത് വെച്ചിരുന്ന ലിയോപോൾഡ് വോൺവെയ്സിനെ കിട്ടും. പിന്നെ പാർക്കിൽ പോയി കുറേയധികം കളിക്കുമല്ലോ, കളിക്കുമ്പോൾ കുട്ടികളൊക്കെ വിയർക്കും, അങ്ങനെ ഓർത്ത് വെച്ചിരുന്ന വിയർക്കം കിട്ടും. പിന്നെ വെബറിനെ, എനിക്ക് തോന്നുന്നു മാക്സ് വെബറിനെ ഒരുവിധം എല്ലാവരും ഫെമിലിയർ ആയിട്ട് ആ പേര് ഓർത്ത് വയ്ക്കാൻ പാടുണ്ടായിരിക്കില്ല.
പിന്നെ വരുന്നത് ടോണിസ്, പിന്നെ ബർഗീസ് ഒക്കെയാണ് വരുന്നത്. ടോണിസിനെ വേണമെന്നുണ്ടെങ്കിൽ ടോഫീസ് എന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. പാർക്കിൽ പോകുമ്പോൾ കുട്ടികളാകുമ്പം ടോഫീസ് മിഠായിയൊക്കെ വാങ്ങി കഴിക്കുമല്ലോ, അപ്പം മിഠായിയുടെ ഇംഗ്ലീഷ് ടോഫീസ് എന്നാണല്ലോ. ഇപ്പം ടോണിസ്, ടോഫീസ് അത് എളുപ്പമുണ്ട് ഓർക്കാൻ. അങ്ങനെ വേണമെങ്കിൽ ടോണിസിനെ ഓർക്കാം, ഫെർഡിനൻഡ് ടോണിസിനെ ഓർക്കാം. പിന്നെ ബർഗീസ് ആണ് ഉള്ളത്. ബർഗീസിനെ ഓർക്കണമെങ്കിൽ എന്താണ് ബർഗർ എന്ന് ഓർത്താലും മതി. പാർക്കിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കഴിക്കാൻ ബർഗറൊക്കെ വാങ്ങി കൊടുക്കും, അങ്ങനെ ഓർക്കാം. എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള വഴി അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. സിമൽ ആൻഡ് അതേഴ്സ് ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് സോഷ്യോളജി ഈസ് എ പ്യുവർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സയൻസ്. ഓക്കെ, സിമലും മറ്റുള്ളവരും അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ സോഷ്യോളജി ഒരു പ്യുവറായിട്ടുള്ള അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സയൻസാണ്. ഓക്കെ, സിമൽ ആൻഡ് അതേഴ്സ് ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് സോഷ്യോളജി ഇസ് എ പ്യുവർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സയൻസ്. ഈ പ്യുവർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സയൻസ് നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിട്ടാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റോബർട്ട് ബെസ്റ്റഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് നേച്ചർ ഓഫ് സോഷ്യോളജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലോരോ പോയിന്റുകളിലും നമ്മൾ ആദ്യത്തെ പോയിന്റായിട്ട് തന്നെ പറയുന്നത് സോഷ്യോളജി ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് സയൻസ് എന്നാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു സോഷ്യോളജി ഒരിക്കലും ഒരു അപ്ലൈഡ് സയൻസ് അല്ല, പകരം ഒരു പ്യുവർ സയൻസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒപ്പീനിയനാണ് ഇവിടെ ആര് പറയുന്ന സിമലും ഈ ഇപ്പം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മേജർ ആയിട്ടുള്ള ഫിഗേഴ്സും പറഞ്ഞിട്ടുള്ളത് സോഷ്യോളജി ഈസ് പ്യുവർ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സയൻസ് എന്നാണ്. അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഇത് സിമൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ഈ പോയിന്റ്സ് ഇതിൽ കൊടുത്തിരിക്കുന്നതിന്. സോഷ്യോളജി സ്റ്റഡി ഓൺലി ദ ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് ബട്ട് നോട്ട് ദെയർ കോണ്ടൻസ്. സോഷ്യോളജി പഠിക്കുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ഫോമാണ്, അല്ലാതെ അതിൻ്റെ എൻറ്റയർ കോണ്ടൻറ്റുകൾ പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എൻറ്റയർ ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ പഠിക്കുന്നില്ല, പകരം എന്താണ് ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത് എന്ന് സിമൽ അഭിപ്രായപ്പെടുന്നുണ്ട്. സോഷ്യൽ റിലേഷൻഷിപ്പ് സച്ച് ആസ് കോമ്പറ്റീഷൻ, സബോർഡിനേഷൻ, ഡിവിഷൻ ഓഫ് ലേബർ എക്സെട്ര are exemplified in different spheres of social life such as economic, political, religious, moral or artistic etc. Sociology is to disentangle these forms of social relationships and to study them in abstraction. ഇപ്പോൾ പലതരത്തിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പുകളുണ്ടല്ലേ, കോമ്പറ്റീഷൻ, സബോർഡിനേഷൻ. ഇത് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് സോഷ്യോളജിയിൽ ഒരു കോൺസെപ്റ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക. ഡിവിഷൻ ഓഫ് ലേബർ എമേൽ ദുർക്കിയും പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ ലൈഫിൽ ഡിഫറെൻറ്റ് സ്പിയേഴ്സിൽ അല്ലേ, അത് എക്കണോമിക്കലി അല്ലെങ്കിൽ പൊളിറ്റിക്കലി, റിലീജിയസ്ലി ഇത്രയും കാര്യങ്ങളെല്ലാം ടച്ച് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. Sociology is to disentangle these forms of social relationships and to study them in abstraction. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എല്ലാം കടന്നു പോകുന്നുണ്ട്, അതിനെ ഒരു അബ്സ്ട്രാക്ഷനിൽ പഠിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നല്ലേ, അബ്സ്ട്രാക്റ്റ് ഫോമിലാണ് സോഷ്യോളജി ഉള്ളത്, നോട്ട് ഇൻ കോൺക്രീറ്റ് ഫോം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം സിമലിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a specific social science that describes, classifies, analyzes and delineates the forms of social relationship. എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ആണ് സോഷ്യോളജി എന്ന് സിമൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സോഷ്യൽ റിലേഷൻഷിപ്പുകളുടെ പല പല ഫോമുകളെ ഡിസ്ക്രൈബ് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക, ഡിലിനേറ്റ് ചെയ്യുക അല്ലേ. അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ എല്ലാം മനസ്സിലാക്കാനായിട്ട് ഉള്ളൊരു സ്പെസിഫിക് സോഷ്യൽ സയൻസ് ആണ് എന്തെന്ന് പറയുന്നത്, സോഷ്യോളജി എന്ന് പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് മാക്സ് വെബറിൻ്റെയും അതുപോലെ വിയർക്കന്തിൻ്റെയും വോൺവോയ്സിൻ്റെയും ടോണിസിൻ്റെയും ആൽബിയൺ സ്മോളിൻ്റെയൊക്കെ ഒരു അവരുടെയൊക്കെ ഒരു എക്സ്പ്ലനേഷനാണ്. ജസ്റ്റ് ഞാൻ വായിക്കാം,
ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇത് ഫുള്ള് വായിച്ചിട്ട് ഇതിൻ്റെ മെയിൻ പോയിന്റ് മാത്രം ഞാൻ പറയാം. However, social behavior does not cover the whole field of human relation. Not all human interaction are social. For example, collusion between two scooters is merely a common phenomenon, but the post-collision effects may constitute social behavior. The sociology is concerned with the analysis and classification of types of social relationship. ഒന്നുമില്ല, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. സോഷ്യൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസിൻ്റെ മൊത്തം ഫീൽഡിനെ കവർ ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോഷ്യൽ ബിഹേവിയർ ഡസ് നോട്ട് കവർ ദ ഹോൾ ഫീൽഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻ. അതുപോലെ എല്ലാ ഹ്യൂമൻ ഇൻട്രാക്ഷനും സോഷ്യൽ ആവണമെന്നില്ല. അതിനൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്, സ്കൂട്ടറിൽ വരുന്ന രണ്ട് വ്യക്തികൾ കൊളൈഡ് ചെയ്യുമ്പോൾ അതൊരു മിയർലി ഒരു കോമൺ ഫിനോമിന, നമ്മൾ കാണുന്ന ഒരു കോമൺ ഫിനോമിനയാണ്. പക്ഷേ അതിന് ശേഷമുള്ള ആ ഒരു പോസ്റ്റ് കൊളിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്, അവിടെയാണ് എന്ത് വരുന്നത്, സോഷ്യൽ ബിഹേവിയർ വരുന്നത്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് അനാലിസിസും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ടൈപ്പുകളുടെ ക്ലാസിഫിക്കേഷനുമാണ് എന്നാണ് വെബർ പറയുന്നത്. ഇനി വ്യാഖ്യാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഹി opines that sociology is concerned with the ultimate forms of mental or psychic relationships which link men to one another in society. ഞാനിവിടെ ബോൾഡ് ചെയ്താണ് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ ബോൾഡ് ചെയ്ത ആ വാക്കുകൾ ഒന്ന് സെൻറ്റൻസുകളൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ചോദിക്കുകയാണ്, അൾട്ടിമേറ്റ് ഫോംസ് ഓഫ് മെൻ്റൽ ഓർ സൈക്കിക് റിലേഷൻഷിപ്പ് വിച്ച് ലിങ്ക് മെൻ ടു വൺ അനദർ ഇൻ സൊസൈറ്റി എന്ന സോഷ്യോളജിയെക്കുറിച്ച് ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വിയർക്കാന്താണ്. അത് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അതിനുവേണ്ടി ആണ് ഈ ഒരു പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെൻ്റൽ അല്ലെങ്കിൽ ഒരു സൈക്കിക് റിലേഷൻഷിപ്പായിട്ടാണ് എന്ത് പറയുന്നത്, സോഷ്യോളജി ഡീൽ ചെയ്ത് വരുന്നത് എന്ന് വിയർക്കാൻ പറയുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് മെന്നിനെ, സൊസൈറ്റിയിൽ ജീവിക്കുന്ന മെൻ മീൻസ് ഹ്യൂമൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ലിങ്ക് ചെയ്യുന്നു. എന്ത് വഴിയാണ്, ഈ ഒരു മെൻ്റൽ ഓർ സൈക്കിക് റിലേഷൻഷിപ്പാണ് ലിങ്ക് ചെയ്യുന്നത്. The actual historical societies are a matter of interest for sociologists only as examples of particular type of relationship. He further maintains that in dealing with culture, sociology should not concern itself with the actual contents of cultural evolution, but it should confine itself only to the discovery of fundamental forces of change and persistence. It should abstain from a historical study of concrete society. അപ്പം നമ്മളിനി കൂടുതലായിട്ട് ക്ലാസ്സുകളിൽ പഠിക്കും. അതായത് സോഷ്യോളജി മറ്റ് പല ഡിസിപ്ലിനുമായിട്ടും വളരെയധികം ഇൻ്റർലിങ്ക്ഡ് ആണ്. സോഷ്യോളജി ഹിസ്റ്ററി ആയിട്ട് ഇൻ്റർലിങ്ക്ഡ് ആണ്, അതുപോലെ തന്നെ സൈക്കോളജി ആയിട്ട്, എക്കണോമിക്സ് ആയിട്ട്, പൊളിറ്റിക്കൽ സയൻസ് ആയിട്ടൊക്കെ വളരെയധികം സിമിലാരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറൻസുകളും ഉണ്ട്. എന്നിരുന്നാലും ഒരു റിലേഷൻ അവിടെ വരുന്നുണ്ട്, ഒരു ഇൻ്റർലിങ്കിങ് വരുന്നുണ്ട് സോഷ്യോളജിയുമായിട്ട്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന കാര്യമാണ്, ഹിസ്റ്ററിയിൽ പല കാര്യങ്ങളും കോൺക്രീറ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ സോഷ്യോളജി പോലുള്ള സയൻസുകളിൽ എന്താണ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ആണ് അല്ലേ, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ കോൺക്രീറ്റ് ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നേച്ചർ ഓഫ് സോഷ്യോളജി പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ഹിസ്റ്ററി വളരെ കോൺക്രീറ്റ് ആയിട്ടും പർട്ടിക്കുലറായിട്ടും ഒക്കെ വാറിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ സോഷ്യോളജി എന്താണ്, ഒരു അബ്സ്ട്രാക്റ്റ് വേയിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കൂടുതലായി ഹിസ്റ്ററിയിലോട്ടൊന്നും പോകുന്നില്ല, പകരം അബ്സ്ട്രാക്റ്റ് വേയിൽ ഒരു കോമൺ ഫിനോമിന ആയിട്ട് അങ്ങനെയാണ് സോഷ്യോളജി പഠിക്കുന്നതെന്ന് പറഞ്ഞു. ആ പോയിന്റ് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടി കൾച്ചറൽ ഇവല്യൂഷൻ അങ്ങനെയൊക്കെയുള്ള ടേംസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് കോൺക്രീറ്റ് അങ്ങനെ ഒരു ഐഡിയയാണ് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. അതായത് സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് വേയിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതാണ് വിയർക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ആൽബിയോൺ സ്മോൾ, വോൺ വെയസ്, ഇത് രണ്ടുപേരാണ് കേട്ടോ. ആൽബിയോൺ സ്മോൾ അവിടെ ഒരു കോമയുടെ ഒരു കുറവ് വന്നു. വോൺ വെയസ് ആൻഡ് ടോണിസ്, ഈ 3 പേരും ടുഗദറായിട്ട് പറയുന്നത് സോഷ്യോളജി ഹാസ് എ ലിമിറ്റഡ് സ്കോപ്പ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് അണ്ടർടേക്ക് ദ സ്റ്റഡി ഓഫ് ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് സൊസൈറ്റി. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത്
ഒരു ലിമിറ്റഡ് സ്കോപ്പാണുള്ളത് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പാണ്. നമ്മൾ പറഞ്ഞില്ലേ വളരെ സ്പെസിഫിക്കും പിന്നെ പ്യുവർ ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ആണ്. വേരിയസ് സോഷ്യൽ ഫോംസിനെ മാത്രമാണ് സോഷ്യൽ റിലേഷൻഷിപ്പിനെ മാത്രമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്താണ് വളരെ ലിമിറ്റഡും നാരോയുമാണ്. എല്ലാ ഈവൻസും പഠിക്കുന്നില്ല. അപ്പം സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഈവൻറ്റുകളെയും പഠിക്കുന്നില്ല. എവിടെ? സോഷ്യോളജിയിൽ പഠിക്കുന്നില്ല. സോഷ്യൽ സയൻസിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടല്ലേ. ഓരോന്നിനെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. അപ്പം ഇവിടെ വളരെ സ്പെസിഫിക് ഫോം ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കോപ്പാണ്, നാരോ ആണ്, എല്ലാ ആക്ടിവിറ്റിയൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് കേട്ടോ. എന്നാലും കുറച്ച് സ്ട്രെസ് ഇവരാണ് കൊടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മാക്സ് വെബർ പറഞ്ഞത് അറിയാലോ, സോഷ്യോളജി എയിംസ് അറ്റ് ഇൻ്റർപ്രറ്റിംഗ് സോഷ്യൽ ബിഹേവിയറിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് മാക്സ് വെബർ പറഞ്ഞിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. ഇൻ്റർപ്രറ്റിംഗ് സോഷ്യൽ ബിഹേവിയർ എന്ന് വരുന്നത് മാക്സ് വെബർ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. Verkan maintains that sociology is concerned with the ultimate forms of mental or psychic relationships which link men to one another in society. ഇനി സ്മോൾ വോൺവേസ് ആൻഡ് ടോണിസ് അഭിപ്രായപ്പെടുന്നത് എങ്ങനെയാണ്? സോഷ്യോളജി ഹാസ് എ ലിമിറ്റഡ് സ്കോപ്പ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് അണ്ടർടേക്ക് ദ സ്റ്റഡി ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് സൊസൈറ്റി. ഇനി നമുക്ക് നോക്കാനുള്ളത് ക്രിറ്റിസിസം ആണ് കേട്ടോ. ഫോർമലിസ്റ്റിക് സ്കൂളിന് കുറച്ച് ക്രിറ്റിസിസംസും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കണം. ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മൾ, ഇറ്റ് ഹാസ് നാരോഡ് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി. ഇത് തന്നെയാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ സ്മോൾ വോൺവേഴ്സ് ആൻഡ് ടോണിസ് പറഞ്ഞിട്ടുള്ളത്. സോഷ്യോളജി ഹാസ് എ ലിമിറ്റഡ് സ്കോപ്പ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് അണ്ടർടേക്ക് ദ സ്റ്റഡി ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് സൊസൈറ്റി. അതേ സംഗതി ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോപ്പ് ഓഫ് സോഷ്യോളജി നാരോ ചെയ്യുകയാണ് ചെയ്യുന്ന കാര്യം. ദ ഫോർമലിസ്റ്റിക് സ്കൂൾ ഹാസ് അൺനെസസറിലി റെസ്ട്രിക്റ്റഡ് ദ ഫീൽഡ് ഓഫ് സോഷ്യോളജി ടു എ മിയർ സ്റ്റഡി ഓഫ് അബ്സ്ട്രാക്ട് ഫോം. നമ്മൾ പറഞ്ഞല്ലേ, അബ്സ്ട്രാക്ട് ഫോമായിട്ട് മാത്രമാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള കോണ്ടൻറ്റുകളൊന്നും തന്നെ സോഷ്യോളജി ഡീൽ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അതിന് സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ നാരോ ആൻഡ് ലിമിറ്റഡ് ആണ്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് സോഷ്യോളജി എലോൺ ഡസ് നോട്ട് സ്റ്റഡി സോഷ്യൽ റിലേഷൻഷിപ്സ്. അതായത് സോഷ്യോളജി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സോഷ്യൽ റിലേഷൻഷിപ്പിനെ പഠിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോഷ്യോളജി ഈസ് നോട്ട് ദ ഓൺലി സയൻസ് ദാറ്റ് സ്റ്റഡീസ് ദ ഫോം ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. പൊളിറ്റിക്കൽ സയൻസ്, ഇൻ്റർനാഷണൽ ലോ ആൻഡ് എക്കണോമിക്സ് ഓൾസോ സ്റ്റഡി ദ സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഹ്യൂമൻ്റെ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ റിലേഷൻഷിപ്പുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു സൊസൈറ്റി ഉണ്ടാകുന്ന വേരിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൊണ്ടാണ് അല്ലേ. ഒരിക്കലും അതിനെ ഒറ്റയ്ക്ക് നിർത്തി അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഒരു സൊസൈറ്റിയിൽ ധാരാളം എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് അലോങ് വിത്ത് ദറ്റ് സോഷ്യൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം കൂടിച്ചേർന്നതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. ഒരു സൊസൈറ്റിയെ ഡിറ്റർമൈൻ ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ സോഷ്യോളജി എന്നൊരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സയൻസിനെ ഒറ്റയ്ക്ക് എടുത്ത് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് സോഷ്യൽ റിലേഷൻഷിപ്പിനെ പഠിക്കാൻ പറ്റില്ല. പകരം റിലേഷൻഷിപ്പ് പഠിക്കുമ്പോൾ മറ്റ് പല ഫോംസും വരുന്നുണ്ട്. അതായത് പൊളിറ്റിക്കൽ സയൻസ് പോലെ ലോ, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള പല ഫീൽഡുകളും അതിൽ വരുന്നുണ്ട്. തേർഡ് പോയിന്റ് പറയുന്നത് കൺസെപ്ഷൻ ഓഫ് പ്യുവർ സോഷ്യോളജി ഇസ് പ്രാക്ടിക്കൽ. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഫോർമലിസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് സ്കൂളുകാർ പറയുന്നത് സോഷ്യോളജി ഒരു പ്യുവറും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സയൻസ് ആണ് എന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല എന്നാണ് ക്രിട്ടിക്സ് പറയുന്നത്. നോ സോഷ്യോളജി ഹാസ് ബീൻ ഏബിൾ ടു കൺസ്ട്രക്ട് എ പ്യുവർ സോഷ്യോളജി. നോ social science can be studied in isolation from other social sciences.
These days, high premium is placed on an interdisciplinary approach. അപ്പോൾ ഒരിക്കലും ഒരു പ്യുവർ സോഷ്യോളജി എന്നൊരു ഐഡിയ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒരു സോഷ്യോളജിസ്റ്റിനും ഒരു പ്യുവർ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഐഡിയ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു സോഷ്യൽ സയൻസിനും ഐസൊലേഷനിൽ നിന്നുകൊണ്ട് ഒരു കാര്യത്തിലേക്കും എത്താൻ പറ്റില്ല. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ മുകളിലും പറഞ്ഞത്. സോഷ്യൽ റിലേഷൻഷിപ്പുകളെ പഠിക്കാനായിട്ട് ഒറ്റയ്ക്കൊരു ഡിസിപ്ലിൻ എലോൺ ആയിട്ട് സ്റ്റാൻഡ് ചെയ്ത് പറ്റില്ല. ഫോർത്ത് പോയിന്റ്, ആബ്സ്ട്രാക്ട് ഫോംസ് ഐസൊലേറ്റഡ് ഫ്രം കോൺക്രീറ്റ് റിലേഷൻസ് cannot be studied. The distinction between the forms of social relationships and their contents is not feasible. Social forms cannot be abstracted from the contents at all, since social forms keep on changing as the contents change. ഇവിടെ പറയുന്നത് അബ്സ്ട്രാക്റ്റ് ഫോംസിലാണ് സോഷ്യോളജിയെ പഠിക്കുന്നത്. ഓക്കെ, ഇറ്റ് സ്റ്റഡീസ് ദ ഫോംസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് ഇൻ ദെയർ അബ്സ്ട്രാക്ട് നേച്ചർ ബട്ട് നോട്ട് ഇൻ കോൺക്രീറ്റ് സിറ്റുവേഷൻ. ഫോർമലിസ്റ്റുകാർ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അബ്സ്ട്രാക്റ്റ് ഫോംസിൽ പഠിക്കുക, അങ്ങനെയാണ് പഠിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ പലപ്പോഴും അങ്ങനെ സാധ്യമാകില്ല, അങ്ങനെ പറ്റില്ല എന്നാണ് ഇതിൻ്റെ ക്രിട്ടിക്സുകാർ പറയുന്നത്. അതിനൊരു ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. സോഷ്യൽ ഫോംസ് കീപ്പ് ഓൺ ചേഞ്ചിങ് ആസ് ദ കോണ്ടൻറ്റ്സ് ചേഞ്ച്, അല്ലേ? അപ്പോൾ സോഷ്യൽ ഫോംസും എന്തിനനുസരിച്ച് കോണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് മാറും. അപ്പോൾ എങ്ങനെയാണ് അതിനെ അബ്സ്ട്രാക്റ്റായിട്ട് പഠിക്കാൻ പറ്റുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിനിവിടെ സൊറോക്കിൻ മെൻഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു ഉദാഹരണം പോലെ പറഞ്ഞേക്കാണ് സൊറോക്കിൻ. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ വൈൻ അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഷുഗർ ഒക്കെ അതിൻ്റെ ആ ഒരു ഫോം ചേഞ്ച് ചെയ്യാതെ തന്നെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇപ്പം വെള്ളം ആഡ് ചെയ്താലും അല്ലെങ്കിൽ വൈൻ എന്തും നമുക്ക് ആഡ് ചെയ്യാം, ആ ഒരു ഫോം ചേഞ്ച് ചെയ്യാതെ ആഡ് ചെയ്യുകയാണ്. ഇറ്റ്സ് ഓക്കെ. അപ്പം ഗ്ലാസ്സിന് അങ്ങനെ ചേഞ്ച് വരുന്നില്ല. നമ്മൾ വൈൻ അല്ലെങ്കിൽ വാട്ടർ, ഷുഗർ എന്ത് ആഡ് ചെയ്താലും ആ ഗ്ലാസ്സിന് ചേഞ്ച് വരുന്നില്ല. പക്ഷേ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്നാണ്. ഐ ക്യാൻ നോട്ട് കൺസീവ് ഓഫ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂസ് ഫോം വുഡ് നോട്ട് ചേഞ്ച് വെൻ ഇറ്റ്സ് മെമ്പേഴ്സ് ചേഞ്ച്. അപ്പോൾ ഒരിക്കലും ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ ഇത് ആപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. കാര്യം മെമ്പേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് മാറ്റം വരും എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വൈൻ എടുക്കുന്ന പോലെയോ അപ്പം മാറി മാറി കോണ്ടൻറ്റ് ഇങ്ങനെ മാറി മാറി എടുത്താലും ഗ്ലാസ്സിന് ചേഞ്ച് വരുന്നില്ല. അത് കണക്കൊരിക്കലും സോഷ്യൽ സിറ്റുവേഷനിൽ അത് പറ്റില്ല എന്ന് പറയുന്നത്. ദസ് ദ സ്കൂൾ ഓഫ് തോട്ട് ഹാസ് എക്സ്ട്രീംലി ഷ്രങ്ക് ദ സ്കോപ്പ് ഓഫ് സോഷ്യോളജി. അതുകൊണ്ട് തന്നെ സ്കോപ്പ് ഓഫ് സോഷ്യോളജി വളരെയധികം ഷ്രങ്ക് ആക്കിയ ഒരു സ്കൂൾ ഓഫ് തോട്ടാണിത് എന്ന് ക്രിട്ടിക്സ് അഭിപ്രായപ്പെടുന്നു. ക്ലാസ് ഭയങ്കര ലെങ്തി ആയി പോയതുകൊണ്ട് നമുക്ക് സിന്തറ്റിക് സ്കൂൾ ഓഫ് തോട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത്രയും പഠിക്കുക. ഓക്കെ.